ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഇതിന്റെ ഈ കാറ്റഗറിക്ക് ഞങ്ങൾ ടാക്സ് വെച്ചു. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന് സബ്ജക്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് BACയുടെ മുന്നിൽ വരുമ്പോ പഴയ ബജറ്റ് അവതരണം പൂർണ്ണമായി കഴിഞ്ഞു, അത് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടും ഒരു ചർച്ചയിലേക്ക് നമ്മൾ വിശദമായിട്ട് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്തായിരുന്നു ഉന്നയിക്കപ്പെട്ട പ്രശ്നം. അതിനോട് യോജിച്ചു. അതിന്റെ ഭാഗമായി വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞു. അതിനോട് ഞങ്ങൾ യോജിച്ചു എന്നുള്ളത് ശരിയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഇതുപോലെ സുപ്രധാനമായൊരു കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒളിച്ചു കടത്തൽ മാതിരി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് അതിനോട് വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. സർ, ഇത് നേരത്തെയുള്ള LDF സർക്കാരിന്റെ കാലത്ത് 40 വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് എങ്ങനെ സാധാരണ നികുതികൾ കുറവ് വരുത്തണോ എന്ന കാര്യവും ആലോചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ കാര്യത്തിൽ അവസാന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ആലോചിച്ചത് ഒരു കാര്യം മാത്രമാണ്. അത് 40 വൈൻ എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൽ നിന്നും ധാന്യത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ്. നമ്മുടെ കർഷകർക്കും നമ്മുടെ സഹകരണ മേഖലക്കും നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും ചെറുകിട വ്യവസായ മേഖലക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനം കർഷകർക്ക് ഉപകാരപ്രദമായി വരുന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യം ഒഴുക്കാനുള്ള അവസരമൊരുക്കുന്നത്. അതിനുള്ള നികുതി കുറച്ചു കൊടുക്കുകയാണ്. സർ, 130%-ലധികം നികുതി കുറച്ചാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. സർ, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കടുംപിടുത്തത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ഈ നടപടിയോട് പൂർണ്ണ വിയോജിപ്പാണ്. ഈ നടപടിക്രമത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഇതിന്റെ ഈ കാറ്റഗറിക്ക് ഞങ്ങൾ ടാക്സ് വെച്ചു. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പൊ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ തന്നെ ഇത് വിൽപ്പന വരും എന്ന് പറയുന്നതിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നാണ് 5 കൊല്ലക്കാലം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ വിൽപ്പന. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ആണ് മോണോപ്പൊളി. എന്തിന്റെ? ഹോൾസെയിൽ മോണോപ്പൊളിയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ കേരളത്തിൽ ഒരു ഏജൻസിക്കും ഇത് വിൽക്കാൻ പറ്റില്ല. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക്, ബിവറേജിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ലിക്കറും ബാറുകളിലേക്ക്, സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്ന ലിക്കറും പർച്ചേസ് ചെയ്യുന്നത് എവിടെന്നാ? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ബിവറേജ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ UDF സർക്കാരിന്റെ UDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല.